ഹലോ ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും ഉമ്മാൻ്റെ badkhni എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കർമൂസ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. പപ്പായയുടെ കറിയാണ്. അപ്പോൾ ഞങ്ങളിതിന് വെള്ളുപ്പറി എന്നാണ് പറയാറ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീട്ടിൽ തന്നെയുള്ള കർമൂസയാണ്. അപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ കനം കുറഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കനം കുറച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും കനം കുറച്ചിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരു വിസിലോട് കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കർമൂസയ്ക്ക് അനുസരിച്ചിരിക്കും കേട്ടോ വേവ്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ തരത്തിലായിരിക്കും വേവ്. എനിക്കൊരു വിസിൽ മതി, അപ്പോൾ തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. 2 അല്ലി മാത്രം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് കട്ടിക്കനുസരിച്ച് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് തുളുമ്പുന്ന വരെ മാത്രമേ നമുക്കിത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങ് വെട്ടി തിളക്കരുത് കേട്ടോ, പിരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇങ്ങനെ ചെറുതായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് വറവിടുന്നുണ്ട്. വറവിടുന്നതിനായിട്ട് ഞാനൊരു 2 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതെൻ്റെ വല്യപ്പാടെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. വല്യപ്പ എന്ന് ബീഫ് ഉണ്ടാക്കുന്നോ അന്നേരം വല്യപ്പാക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.